ഹലോ ഗൈസ്, അപ്പോൾ ദേ ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകാനുള്ള ആളാണ് കേട്ടോ ഈ കിടന്ന് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ ആയിട്ടും പുള്ളി എഴുന്നേറ്റിട്ടില്ല. ഞാനപ്പോൾ ആ സമയം കൊണ്ട് അവന് ഇട്ടണ്ട് പോകാനുള്ളതൊക്കെ തേച്ച് റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ രാവിലെ കഴിക്കാനുള്ളതും ഉച്ചക്കത്തിനൊക്കെ ഉള്ള കറിയും എല്ലാം റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവന് ലഞ്ച് കൊണ്ടുപോകണ്ടായിരുന്നു, പകരം കൊണ്ടുപോകേണ്ടത് സ്നാക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദേ നമ്മുടെ ഓറിയോ അല്ല, ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റും അതുപോലെ തന്നെ ചോക്കോപ്പിയും എല്ലാം എടുത്ത് വെച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളമൊക്കെ എടുത്ത് വെച്ച് എല്ലാം ലഞ്ച് കിറ്റിലാക്കണമായിരുന്നു കേട്ടോ. അപ്പം ലഞ്ച് കിറ്റിലാണെങ്കിൽ നമ്മൾ പേര് എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ, ആ സമയത്താണ് അത് ഓർത്തത് തന്നെ. അങ്ങനെ ഞാൻ വേഗം തന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് പേരെഴുതാനുള്ള സ്റ്റിക്കറും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് ഒട്ടിച്ച് അവൻ്റെ പേരുമൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാത്തിലും അവൻ്റെ പേര് എഴുതണമായിരുന്നു കേട്ടോ, കാരണം ഇവർക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ എല്ലാത്തിലും പേരൊക്കെ എഴുതി ടർക്കിയൊക്കെ എടുത്ത് മടക്കിയൊക്കെ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൊണ്ടുപോകാനുള്ളതും ഒക്കെ എടുത്ത് നേരത്തെ തന്നെ വെക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ മറന്നു പോവുകയും ചെയ്യും കറക്റ്റ് സമയമാകുമ്പോൾ. അങ്ങനെ വെള്ളം പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി ലീക്കൊക്കെ മാറ്റിയിട്ട് വേഗം തന്നെ അടച്ച് ലഞ്ച് കിറ്റിലാക്കി എല്ലാം അടുപ്പിച്ച് വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് അനു അവനെ എഴുന്നേൽപ്പിച്ച് കുളിപ്പിച്ച് പല്ലും തേപ്പിച്ച് ഭക്ഷണവും കൊടുത്ത് പെട്ടെന്ന് തന്നെ അവനെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിച്ച് മുത്തിയിട്ടൊക്കെ അയാൾ റെഡിയായി പുറത്തിറങ്ങി നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവൻ്റെ ഫൈനൽ ലുക്ക് വന്നത്. കണ്ണാടിയൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഹൈവേ വഴിയാണ് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ സ്കൂളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്തൊന്നുമല്ല, കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ സ്കൂളിൻ്റെ അകത്തേക്ക് കയറ്റിയപ്പോൾ തന്നെ വണ്ടിയെല്ലാം വന്ന് നിരന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കൂടുതലും കാറായിരുന്നു. അങ്ങനെ ഞങ്ങൾ കൊണ്ട് വണ്ടിയൊക്കെ വെച്ചിട്ട് എൻ്റെ കൈ പിടിക്കണമെന്നാണ് കേട്ടോ ഈ പറയുന്നത്. അങ്ങനെ കൈയും പിടിച്ചൊക്കെ നേരെ സ്റ്റെപ്പ് കയറി വരുന്നുണ്ടേ. അവിടെ വന്നപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ടീച്ചർമാരുടെ നല്ല അടിപൊളി ഡാൻസൊക്കെ നടക്കുമായിരുന്നു കേട്ടോ. ഡാൻസും ഉണ്ടായിരുന്നു, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് അവരവരുടെ ഡ്യൂട്ടി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവരെയും കൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് പോയി. ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതേ അവരുടെ ഒരുവിധം കളി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തോട്ട് പോകണമായിരുന്നു. അപ്പോൾ ഇവരുടെ തമ്പ് വെക്കണമായിരുന്നു അവിടെ. അങ്ങനെ അനുവും കുഞ്ഞും കൂടെ വേഗം തന്നെ പോയി കളറൊക്കെ വിരലിലാക്കിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവന് ബട്ടർഫ്ലൈയിൽ വെക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നേരെ നടന്നു വന്ന് ബട്ടർഫ്ലൈയിൽ തന്നെ അവൻ്റെ ആഗ്രഹം പോലെ ബ്ലൂ കളറാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നേരെ വന്ന് അവിടെ കുത്തി. അതും പോരാ, പിന്നെ ഇപ്പുറത്തും കുത്തണമെന്നും പറഞ്ഞിട്ട് അവിടെയും പോയി 2-3 എണ്ണമൊക്കെ കുത്തിയിട്ട് നേരെ പപ്പായുമായിട്ട് കൈ കഴുകാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൈയൊക്കെ കഴുകി വന്ന് നേരെ കളിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ കളിയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിള്ളേരെല്ലാവരും വെയിറ്റിങ്ങിലാണ്. അങ്ങനെ കളിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇറങ്ങി. അപ്പോൾ അവിടെ നിന്നൊരു കുട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കുടയാണിത്. അങ്ങനെ കുടയും ഒക്കെ നിവർത്തി പിടിച്ച് നേരെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിക്ക് അവന് ബിസ്ക്കറ്റൊക്കെ മേടിക്കണമായിരുന്നു. ഇനിയിപ്പോൾ ഡെയിലി സ്നാക്സൊക്കെ കൊണ്ടുപോകണമല്ലോ. അങ്ങനെ ഞങ്ങൾ അവനിഷ്ടമുള്ള സാധനങ്ങൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ തിരിച്ചു പോകുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് നേരെ സ്ഥലം വിട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.